പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെയുള്ള NSSന്റെയും SNDPയുടെയും കടന്നാക്രമണത്തിൽ പ്രതിരോധിക്കാതെ കോൺഗ്രസ് നേതാക്കൾ വി ഡി സതീശനെ പിന്തുണച്ച് പരസ്യമായി രംഗത്ത് വരാൻ KPC അധ്യക്ഷൻ ഉൾപ്പെടെ തയ്യാറായില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സമുദായ സംഘടനകളെ എതിരാക്കുന്നത് തിരിച്ചടിയാകും എന്ന വിലയിരുത്തലിലാണ് നേതാക്കൾ. അതേസമയം വി ഡി സതീശൻ വീരാളിപ്പെട്ട് പുതയ്ക്കേണ്ടത് ജമാഅത്തെ ഇസ്ലാമിയോട് ചേർന്നാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ചേർന്നുകൊണ്ടാണല്ലോ ഈ വിരാളിപ്പെട്ട് പുതക്കേണ്ടത്. അതിന് ഇതുവരെ ഉറച്ചു ഒരു ഉത്തരം പറഞ്ഞിട്ടില്ലല്ലോ. RSSകാരൻ്റെ മുമ്പിൽ പോയിട്ട് വഴങ്ങി എന്നുള്ളതിനും മറുപടി പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ ചേർത്ത് മുമ്പോട്ടേക്ക് പോകുന്നതിനെ അത് ഇനിയും തുടരും എന്നാണ് പറയുന്നത്. പിന്നെ എന്ത് വർഗീയതക്കെതിരായ പോരാട്ടം? വർഗീയതയുടെ ഒപ്പമാണ്. അത് RSS ആയാലും BJP ആയാലും അതുപോലെ തന്നെ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി ആയാലും SDP ആയാലും അതിൻ്റെ എല്ലാം ഒപ്പം ചേർന്ന് നിൽക്കുകയാണ്. എന്നിട്ട് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുക. തിരുവനന്തപുരത്ത് R ശ്രീജിത്ത് വിശദാംശങ്ങൾ നൽകും. ശ്രീജിത്ത്, വിവരങ്ങൾ. SKN, SNDPയും NSSും ഒരുമിച്ച് പ്രതിപക്ഷ നേതാവിനെതിരെ വാളെടുക്കുമ്പോൾ കോൺഗ്രസിൽ നിന്ന് പ്രതിരോധത്തിന്റെ നേരിയ ശബ്ദം പോലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് അനുകൂലമായി ഇല്ല എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. KPC അധ്യക്ഷൻ സണ്ണി ജോസഫ് അടക്കമുള്ള ആളുകൾ ഇന്നലെ പ്രതികരിച്ച ഘട്ടത്തിൽ ഒരിടത്തും സതീശനെ പിന്തുണയ്ക്കാനോ അദ്ദേഹത്തെ പ്രതിരോധിക്കാനോ മുന്നോട്ട് വന്നിട്ടില്ല. മാത്രമല്ല പല പ്രധാനപ്പെട്ട നേതാക്കളും അർത്ഥഗർഭമായ മൗനത്തിലാണ് എന്നതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അതിന് കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കേരളത്തിലെ ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട പ്രബല സമുദായ സംഘടനകളെ പിണക്കുന്ന ഒരു സമീപനത്തിലേക്ക് പോകരുത്, അത് രാഷ്ട്രീയമായി ഗുണം ചെയ്യില്ല എന്ന ഒരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് നേതാക്കൾ പ്രതികരിക്കാതെ മാറി നിൽക്കുന്നത്. സതീശൻ ഇക്കാര്യത്തിൽ വർഗീയതയ്ക്കെതിരെ പറയുന്നത് മനസ്സിലാക്കാം, അത് പറയുക തന്നെ വേണം. എങ്കിൽ പോലും ആവർത്തിച്ചുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഗുണം ചെയ്യില്ല എന്ന വിലയിരുത്തലാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ പൊതുവെ ഉള്ളത്. അതുകൊണ്ടാണ് നേതാക്കൾ മൗനം പാലിക്കുന്നത്. എന്നാൽ സതീശനെ അനുകൂലിക്കുന്നവരാകട്ടെ അദ്ദേഹം വർഗീയതയ്ക്കെതിരെ എടുക്കുന്ന ധീരമായ നിലപാടിന് സമൂഹത്തിലും നവമാധ്യമങ്ങളിലുമൊക്കെ വലിയ തോതിൽ പിന്തുണ ലഭിക്കുന്നുണ്ട് എന്ന കാര്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എങ്കിലും ഈ കോൺഗ്രസിനകത്ത് ഇതൊരു ആശയക്കുഴപ്പമായി വളരുകയാണ്, ആശങ്കയായി വളരുകയാണ് എന്നതാണ് വസ്തുത. SKN. R ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.